ഡിപ്രഷന് വേണ്ടിയുള്ള സൊല്യൂഷൻ എന്നത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്യില്ലേ? അതായത് സബ്ജക്റ്റീവ് ആയിരിക്കില്ലേ? അതൊരിക്കലും ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമിൽ നമുക്ക് പറയുവാൻ സാധിക്കില്ലല്ലോ. ഒരു ചികിത്സയും രോഗം, ലക്ഷണം, ചികിത്സ എന്നുള്ള രീതിയിലല്ല പോകുന്നത്. രോഗിയാണ് അവിടെ ഫോക്കൽ പോയിന്റ്. ഓരോരുത്തരും ഇൻഡിവിജ്വലാണ്. അത് ഡിപ്രഷൻ എന്നല്ല, സർവ്വ രോഗങ്ങൾക്കും ഓരോ വ്യക്തിഗത ചികിത്സയാണ് ആവശ്യം. ചികിത്സ എന്നാൽ രോഗത്തെ മാറ്റലല്ല, ആരോഗ്യത്തെ പുനഃസ്ഥാപിക്കുകയാണെന്നുള്ളത് വ്യക്തമായിട്ട് ധരിക്കണം. അല്ലെങ്കിൽ ഒരു രോഗം ചികിത്സിക്കുമ്പോൾ വേറൊരു രോഗം ചികിത്സയുടെ ഫലമായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ ഓരോ ചികിത്സയും, പ്രത്യേകിച്ചും മാനസിക രോഗങ്ങളിൽ ചികിത്സ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിരിക്കും. ഒരാളെപ്പോലെ വേറൊരാളെ ചികിത്സ മാറ്റാൻ, അല്ലെങ്കിൽ ഒരു ചികിത്സ ഒരാൾക്ക് ഫലിക്കുന്ന പോലെ വേറൊരാൾക്ക് ഫലിക്കണം, ഒരു മരുന്ന് ഒരാൾക്ക് ഫലിക്കുന്ന മറ്റൊരാൾക്ക് ഫലിക്കണം എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല. ഒരു കോമൺ ഗ്രൗണ്ടെന്ന് ഏകദേശം ഒരു രൂപം ഉണ്ടെന്നല്ലാതെ ചികിത്സകൾ അതിൻ്റെ സമ്പൂർണ്ണ ചികിത്സാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ വ്യത്യസ്തപ്പെട്ടിരിക്കും, പ്രത്യേകിച്ചും മാനസിക രോഗങ്ങളിൽ എന്ന് ഞാൻ മുമ്പ് പറഞ്ഞു. ഇന്നത്തെ കാലത്ത് ഡിപ്രഷൻ അവസ്ഥ എൻജോയ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് നമുക്ക് ചുറ്റും. എന്ന് വെച്ചാൽ ആ അവസ്ഥയുമായി ഐഡൻറ്റിഫൈ ചെയ്ത് അത് എൻജോയ് ചെയ്യുകയാണ്. അതിൽ നിന്ന് പുറത്ത് വരണമെന്ന് യാതൊരു തരത്തിലുള്ള ആഗ്രഹവും ഇല്ലാത്ത രീതിയിൽ. അങ്ങനെ ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആളുകൾ ഇങ്ങനെ ബിഹേവ് ചെയ്യാനുള്ള റീസൺ? തീർച്ചയായും അത് ഞാൻ കാണുന്നത് ഹൈപ്പറിലല്ല. ഹൈപ്പറിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, കാരണം അവർ കൺട്രോൾ പോയി, അവർക്കത് പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥയാണ്. അവരെങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങി കിട്ടിയാൽ മതി എന്നുള്ളൊരു ധാരണയിൽ വരുന്ന ധാരാളം കുട്ടികളെ കാണും. അത് അവർക്ക് എൻജോയ് ചെയ്യുന്നില്ല. പക്ഷേ ഹൈപ്പോയിൽ എൻജോയ് ചെയ്യുന്ന ധാരാളം പേരെ കണ്ടിട്ടുണ്ട്. പിൽക്കാലത്ത് അവർക്കത് മനസ്സിലാവുകയും ചെയ്യും. ഈ ഹൈപ്പോ ആയവരെ ഹൈപ്പർ ആക്കിയെടുക്കണം. ഹൈപ്പർ ആയവരെ ഹൈപ്പോ ആക്കിയിട്ട് വേണം സമസ്ഥതയിൽ കൊണ്ട് നിർത്താൻ വേണ്ടി. അല്ല സഡൻലി നേരെ പിടിച്ച് നടുക്കൊണ്ട് നിർത്താൻ സാധ്യമല്ല. മനസ്സിലായോ? ഹൈപ്പോ ആയിരിക്കുന്ന ആ അവസ്ഥയിൽ പലപ്പോഴും സുഖകരമാണ്. കാരണം തമസ്, ആലസ്യം, ഉറക്കമൊക്കെ നല്ല സുഖമുള്ളൊരു പ്രവൃത്തിയാണ്. പലരും അത് എൻജോയ് ചെയ്യാറുണ്ട്. പിൽക്കാലത്ത് ഞങ്ങളത് പറഞ്ഞ് ഇവർ മൊത്തം ചിരിക്കാറുമുണ്ട്. താങ്കൾ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. നമ്മൾ ഈ പറയുന്ന ഡിപ്രഷൻ അവസ്ഥയ്ക്ക് റീസണായിട്ട് ഭൗതിക ലോകത്തിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഫിസിക്കൽ വേൾഡിനും സിറ്റുവേഷൻസിനും അപ്പുറം എന്തെങ്കിലും ഫാക്ടേഴ്സ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ടുണ്ടോ? നോക്കൂ, ഭൗതികം എന്ന് പറഞ്ഞാൽ മനസ്സ് ഭൗതികമാണെങ്കിൽ സർവ്വതും ഭൗതിക കാരണം തന്നെ. പക്ഷെ ഇവിടെ ഇപ്പോൾ ചോദ്യം കർമ്മസംബന്ധിയായിട്ടെന്നോ മറ്റു പല ബാധോപദ്രവങ്ങളാലോ ഒക്കെ ഉണ്ടാവുമോ എന്നുള്ള അർത്ഥത്തിലാണെന്ന് വിചാരിക്കണു, അല്ലേ? അതൊരു ദൈവം എന്നൊരു വാക്ക് അതിനകത്ത് വരുമ്പോൾ, ദൈവം എന്നാൽ ഇവിടെ അർത്ഥം ഈശ്വരൻ എന്നല്ല, കർമ്മം, വിധി എന്നാണ്. വിധി, ഞാൻ ഉണ്ടാക്കി വെച്ച എൻ്റെ മുൻജന്മ കർമ്മങ്ങളല്ലേ, ഞാൻ മുമ്പ് ചെയ്ത കർമ്മങ്ങളെ വിധിയായി അനുഭവിക്കേണ്ടി വരുന്നത്. ഈ വിധി മൂലം ഡിപ്രഷൻ ഉണ്ടാവും. പക്ഷെ കർമ്മം എന്ന് പറയുന്നത് നമുക്ക് ഭൗതികമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. കാരണം അതിന്റെ എല്ലാ അടിസ്ഥാനം മനസ്സാവുമ്പോൾ അതിനെ കാണിച്ചു കൊടുക്കാൻ എങ്ങനെ പറ്റുക? ഫിസിക്കലായിട്ടുള്ള കർമ്മങ്ങളല്ലേ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? പക്ഷെ അതിന്റെ പുറമുള്ള മോട്ടോ അല്ലെ മോട്ടിവേഷൻ ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് ഗ്രഹിക്കേണ്ടത് വളരെ സൂക്ഷ്മാവസ്ഥയിലൂടെ അല്ലേ അതിനെ ഗ്രഹിക്കാൻ പറ്റൂ, സൂക്ഷ്മ ദൃഷ്ടിയിലൂടെ. തീർച്ചയായും അങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്. അതിന് നമ്മുടെ കർമ്മബന്ധമുണ്ട്. ഈ പറഞ്ഞ ബാധോപദ്രവങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതും കർമ്മത്തിൽപ്പെടുന്നത് തന്നെയാണ്. കർമ്മബന്ധം നമ്മുടെ ചിത്തലിൽ ഉറങ്ങിക്കിടക്കുന്ന വിത്തുകൾ, അത് ചില സമയത്ത് പൊട്ടിമുളച്ച് ഇത്തരം രോഗാവസ്ഥകളിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അതിനെ ബാധകൾ എന്നൊക്കെയുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം മനസ്സിനെ എന്തൊക്കെ ബാധിക്കുന്നു അതൊക്കെ ബാധയാണ്. ഒരു വിചാരം ബാധിച്ചാലും കൊള്ളാം, ഊർജങ്ങൾ ബാധിച്ചാലും കൊള്ളാം. അടിസ്ഥാനമായിട്ട് നോക്കി ഇതൊക്കെ വിചാരങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ബാധിച്ചും ഇത്തരം രോഗങ്ങൾ, ഡിപ്രഷൻ എന്ന വാക്ക് പറയണ്ട. ബാധ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ പല ആളുകളുടെയും മോഹൻ ചൊല്ലിയിട്ടുണ്ടാവും. കേൾക്കുമ്പോൾ തന്നെ ബാധ എന്നുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പം എന്തായിരിക്കും നമുക്കൊരു ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റുക? കാമം ഒരു ബാധയല്ലേ? കാമയുക്തനായ ഒരു വ്യക്തിയുടെ മുഖം, അയാളുടെ മുഖഭാവമൊക്കെ മാറാറില്ലേ? ക്രൂരഭാവം ആളാറില്ലേ? ക്രോധം അതുപോലെ മറ്റൊരു ബാധയാണ്. മോഹം, ലോഭം, മതം, മാത്സര്യം, ഡംബ്, അസൂയ തുടങ്ങിയ എല്ലാ വികാരങ്ങളെപ്പറ്റി നമുക്ക് അറിവുള്ളതാണല്ലോ. ഇതൊക്കെ മനസ്സിനെ ബാധിക്കുന്നതല്ലേ? ഇത് ബാധിക്കുന്ന പുറകിൽ ഒരു ഊർജം ഉണ്ടല്ലോ.
മനസ്സാകുന്ന ഊർജം, ആ ഊർജത്തിന് അനേക രൂപങ്ങളുണ്ടല്ലോ. ആ രൂപങ്ങൾ അനേകം മണ്ഡലങ്ങളിൽ, അനേക യൂണിവേഴ്സ് എന്ന് പറയത്തില്ല, മൾട്ടിവേഴ്സ് എന്ന് പറയാം, അനേക യൂണിവേഴ്സുകളിൽ ഈ 7 14 ലോകം 14 തലങ്ങളിൽ ഈ ഊർജങ്ങൾ വർക്കുണ്ട്. ആ 14 ലോകങ്ങളാണത്, 14 പ്രപഞ്ചങ്ങളാണ്. ഒരേ മനസ്സ് സ്ഥിതി ചെയ്യുന്ന ഈ 14 പ്രപഞ്ചത്തിനകത്ത് തമോ ഊർജങ്ങളിൽ കൂടെ ഇത്തരം വിഷയങ്ങൾ നമ്മളിലേക്ക് വരും, തമോ രൂപങ്ങളിൽ കൂടെ. അപ്പോൾ അതിനെ പല പേരിട്ട് വിളിക്കും. ചാത്തെന്നും മറുതെന്നും യക്ഷെന്നും ഗന്ധർവെന്നും അങ്ങനെയൊക്കെ പല പേരുകളിൽ ഇവിടെ അറിയപ്പെടും. ജിന്നെന്നും മറ്റു പല പേരിലും മറ്റു പല ദേശങ്ങളിലും അറിയപ്പെടുന്നു. ഇതൊക്കെ പലരുടെ അനുഭവത്തിലുണ്ടായ കഥകളാവും, അല്ലെ പേരുകളാവും. നമ്മുടെ അനുഭവത്തിൽ അതുണ്ടോ? ഇവിടെ കൂടിയിരുന്ന പലർക്കും ഈ അനുഭവം ഉണ്ടല്ലോ. അതിനെ എന്ത് പേരിട്ട് വിളിക്കാനാ? ഇതൊക്കെ അന്ധവിശ്വാസമാണോ അനുഭവമാണോ തിരിച്ചറിയുക. പക്ഷെ ഒന്ന് പറയാം, ഇതെല്ലാം നിന്നിലുണ്ടായി മറയുന്നതാണ്. ഇതിൻ്റെയൊക്കെ ആധാരം നീയാണ്. അതുകൊണ്ട് നീ ഉണർന്ന് ഇതൊക്കെ അപ്രത്യക്ഷമാകും. നീ പ്രകാശമായാൽ ഈ തമസൊക്കെ നിൻ്റെ മനസ്സിന് അപ്രത്യക്ഷമാകും. ഇത് ആത്മബോധം. അത് നേടൂ, സർവ്വതിനപ്പുറം കിടക്കൂ. ഇത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. ഇതിനാണ് നമ്മൾ കുണ്ടലിനി ഉത്ഥാനത്തിനും കുണ്ടലിനി സാധനയ്ക്കും നമ്മൾ പ്രേരിപ്പിക്കുന്നത്. ഉണരി, എഴുന്നേൽക്ക്, ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്തി വരാൻ നിബോധത. ആ ബോധസത്യത്തിൽ ഉണർന്നെഴുന്നേൽക്ക്. അതെല്ലാം പ്രത്യക്ഷമാവും. ഈ ചോദ്യങ്ങൾക്കെല്ലാം പ്രസക്തി ഇല്ലാതാവും. പക്ഷേ യാഥാർത്ഥ്യ ലോകത്ത് ഇതിനൊക്കെ പ്രസക്തിയുണ്ട്, ഇതൊക്കെ അനുഭവത്തിലുമുണ്ട്. ഇതിനപ്പുറം കിടക്കാനാണ്, അല്ലെ അപ്പുറം കടത്താനാണ്, അതിനുള്ള സഹായിയായിട്ടാണ് വർത്തിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നത്.